നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചർ. നമ്മളൊക്കെ ആ ഫീച്ചറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഏതാണ് ഫീച്ചർ, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നോക്കാം. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണ് ഫീച്ചർ, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോകാൻ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. സ്ക്രീനിൽ നിന്ന് മുകളിലോട്ട് ഇതാ ഇതുപോലൊന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വലിച്ചു കൊടുക്കുക. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഇവിടെ അൺറീഡ്, ഫേവറേറ്റ്, ഗ്രൂപ്പ്സ് എന്നൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ തൊട്ട് അവസാനത്തിൽ ഒരു പ്ലസ് ബട്ടൺ കാണും. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഫാമിലി എന്ന് ഞാനിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഫാമിലി എന്ന് ഒരു ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ആഡ് പീപ്പിൾ ഓർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് താഴെ ഭാഗത്ത്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫാമിലിപ്പെട്ട ആളുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ആഡായി. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒറ്റ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനുശേഷം മുകളിൽ താഴോട്ട് വലിച്ചാൽ അതിനുശേഷം തൊട്ടടുത്തൊരു പ്ലസ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആളാണെങ്കിൽ, നിങ്ങൾ വർക്കുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള കൂടെയുള്ള സുഹൃത്തുക്കളാണെങ്കിൽ വർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ആഡ് പീപ്പിൾ ക്ലിക്ക് ചെയ്യുക. ആളുകളെ വേണമെങ്കിൽ ഏതൊക്കെ ആളുകളാണ് വേണ്ടത് അവരെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റൂമിലുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ, നിങ്ങളുടെ കളിക്കൂട്ടുകാർ, ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ആരോടാണോ നിങ്ങൾ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ നിങ്ങൾ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ ജസ്റ്റ് ഫാമിലി ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണോ എവിടെയാണെങ്കിലും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കും. തിരഞ്ഞ് നടക്കേണ്ട ഫാമിലിയുള്ള ആളുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫാമിലി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ജോലി സ്ഥലത്തുള്ള ആളുകൾ കിട്ടണമെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ലിസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിലുള്ള കോൺടാക്റ്റുകളെ വ്യത്യസ്ത ഫോൾഡറുകളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവരെ കണ്ടെത്താനും ചാറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. വാട്സപ്പിനകത്ത് വന്ന ഒരു ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.